കാഴ്ചയിലേക്കാണ് ഒരുപക്ഷെ മലയാളികളൊക്കെ കാത്തിരിക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷത്തിലേക്കാണ്. നമ്മുടെ എല്ലാം പ്രിയതാരം മമ്മൂട്ടി ലൊക്കേഷനിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ മഹേഷ് നാരായൺ സംവിധാനം ചെയ്ത മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഒരുമിക്കുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് അദ്ദേഹം വീണ്ടും അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാവുകയാണ്. കഴിഞ്ഞ ദിവസം ആണ് വിവരം അറിയിച്ചത്. മമ്മൂട്ടി ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മമ്മൂട്ടി എത്തുകയാണ്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് പോകുന്ന ആ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും വളരെ മലയാളി സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ്. മമ്മൂട്ടി വീണ്ടും സിനിമയിലേക്ക് ആ സുഖാവസ്ഥയിൽ നിന്ന് മാറി പൂർണ്ണാരോഗ്യവനായി അദ്ദേഹം സിനിമയിലേക്ക് മടങ്ങി വരുന്നു എന്നത് എല്ലാവരും മലയാളികൾ എല്ലാവരുടെയും ഒരു പ്രാർത്ഥന അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ഷൂട്ടിംഗ് സെറ്റിൽ റീജോയിൻ ചെയ്യുന്നുവെന്ന വിവരം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ചെന്നൈയിലെ എയർപോർട്ടിൽ നിന്നും അദ്ദേഹം ഹൈദരാബാദിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ പ്രിയതാരത്തെ ഇങ്ങനെ കാണുന്നത്. പൂജാലക്ഷ്മിയുണ്ട്. പൂജ, വളരെ സന്തോഷകരമായ നിമിഷമാണ്. നമുക്ക് മോഹൻലാലിനെ സംബന്ധിച്ച് ദാദാസാഹേബ് ഫാൽക്കെ കിട്ടുന്നു. അദ്ദേഹവും മമ്മൂട്ടിയുടെ ആ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോൾ മമ്മൂട്ടി ഇരുവരും ഒന്നിക്കുന്ന ആ സിനിമയുടെ തന്നെ ഭാഗമാകാൻ വേണ്ടി എത്തുന്നു. വളരെ വേഗത്തിൽ ആ സിനിമ ഒന്ന് തിയേറ്ററിൽ കാണാൻ കഴിയണേ എന്ന് എല്ലാവരും ആഗ്രഹിച്ച് ഇങ്ങനെ കൊതിയോടെ ഇരിക്കുന്ന സമയമാണ്. എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെയാണ് വിവരങ്ങൾ അറിയുന്നത്. എന്തൊക്കെയാണ് വിവരം? ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഉടൻ തന്നെ എത്തും എന്നുള്ളൊരു വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ഇനി അതിലും വൈകിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ആൻഡോ ജോസഫ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് ഈ സന്തോഷ വിവരം. മമ്മൂട്ടി തിരിച്ചെത്തുകയാണ്. ഉടൻ തന്നെ മഹേഷ് നാരായൺ ചിത്രത്തിന്റെ സെറ്റിലേക്ക് എത്തുന്നതായിരിക്കും. ഹൈദരാബാദിലായിരിക്കും ചിത്രീകരണം. അത് കഴിഞ്ഞ് സിനിമയുടെ മറ്റു കാര്യങ്ങളെല്ലാം പുരോഗമിക്കും. ദൃശ്യം നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഹൈദരാബാദിലേക്ക് മമ്മൂക്ക പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒരുപാട് സന്തോഷം നൽകുന്ന, മലയാള സിനിമാ ലോകത്തിനാകെ തന്നെ ഒരു ഊർജ്ജം നൽകുന്ന ഒരു വിഷ്വൽ കൂടിയാണ്. കാരണം 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക തിരിച്ചെത്തുന്നത്. ആ 7 മാസം എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഗ്യാപ്പായിട്ട് നമുക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ സങ്കടം നിറഞ്ഞൊരു നിമിഷം കൂടിയായിരുന്നു. അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആരോഗ്യമൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങളായിരുന്നു. ടെസ്റ്റുകളെല്ലാം നടത്തി എല്ലാം പോസിറ്റീവ് സൈനാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം മടങ്ങി വരുന്നു, വീണ്ടും സിനിമയിൽ സജീവമാകുന്നു എന്ന് പറയുന്നത് തന്നെ ആരാധകരെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒപ്പം ചേരാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ മഹേഷ് നാരായൺ ചിത്രം പാട്രിയാക്. അതിൽ മോഹൻലാലുമുണ്ട്. ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന ചിത്രമാണ്. 2020 ശേഷം 17 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചൊരു ചിത്രത്തിൽ വരുന്നത് എന്നുള്ളൊരു കൗതുകം കൂടി നമുക്കുണ്ട്. ആ ചിത്രത്തിന്റെ ഷൂട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യം ഹൈദരാബാദിലായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും വിദേശ രാജ്യം ലണ്ടൻ ആണ് എന്ന് തോന്നുന്നു. അവിടേക്കാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരണം. അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചെത്തും. അവിടെയായിരിക്കും മമ്മൂക്കയും ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ചുള്ള ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വീണ്ടും നടക്കാൻ പോവുകയാണ്. ഈ മഹേഷ് നാരായൺ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ തന്നെയായിരുന്നു ഈ ഒരു രോഗവിവരം സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് ചിത്രത്തിൽ നിന്ന് തന്നെ ഗ്യാപ്പ് എടുക്കുകയായിരുന്നു. അതിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ കൂടുതൽ ഇനി വരേണ്ടതായിട്ടുണ്ട്. ടീസർ ഉൾപ്പെടെ ഉടൻ തന്നെ പുറത്തു വരുമോ ഇല്ലയോ എന്ന് കാണാം. ഫസ്റ്റ് ലുക്ക് ഉൾപ്പെടെ ഇനി വരേണ്ടതായിട്ടുണ്ട്. ഒപ്പം കണങ്കാവലായിരിക്കും ആദ്യം അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പുറത്തു വരാനിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയായിരിക്കും. കാരണം നമ്മൾ അല്പനാൾ മുമ്പ് ടീസർ ഉൾപ്പെടെ കണ്ടതാണ്. എന്തായാലും സിനിമാ സെറ്റിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. ഹൈദരാബാദിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സെറ്റിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഷൂട്ടിംഗ് ഒക്കെ പുരോഗമിക്കുന്നതായിരിക്കും.